പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് ധ്യാനിക്കാം. സുഭാഷിതം പുസ്തകം 28-ാം അധ്യായത്തിൻ്റെ 8-ാം തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു: പലിശയും കൊള്ളലാഭവും വഴി നേടിയ സമ്പത്ത് ദരിദ്രരോട് ദയയുള്ളവൻ്റെ കയ്യിൽ ചെന്നു ചേരും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുകയാണ്, പലിശയും കൊള്ളലാഭവും വഴി നേടിയ സമ്പത്ത് ദരിദ്രരോട് ദയയുള്ളവൻ്റെ കയ്യിൽ ചെന്നു ചേരുമെന്ന്. പലിശയും കൊള്ളലാഭവും വാങ്ങി സമ്പത്ത് വർദ്ധിപ്പിക്കുന്ന അനേകം വ്യക്തികൾ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. അന്യായ പലിശ ഈടാക്കി പലർക്കും നഷ്ടം വരുത്തി വയ്ക്കുക, അതുപോലെ അത് സാമ്പത്തിക തകർച്ചയിലേക്കും കുടുംബ തകർച്ചയിലേക്കും ആത്മഹത്യയ്ക്ക് പോലും പലരെയും വലിച്ചിഴച്ച സാഹചര്യങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ബ്ലേഡ് പ്രസ്ഥാനം നടത്തുന്നവരൊക്കെ മറ്റുള്ളവരുടെ കഴുത്തിന് ബ്ലേഡ് വെച്ചാണ് പണമുണ്ടാക്കിയത്. ഹൈറേഞ്ചിലും മലബാറിലുമൊക്കെ ഒരു കാലഘട്ടം മുമ്പ് കുടിയേറ്റക്കാരായ കാലഘട്ടത്തിൽ, ഈ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന എൻ്റെയൊക്കെ മാതാപിതാക്കളുടെയൊക്കെ കാലഘട്ടത്തിൽ ഹൈറേഞ്ചിലേക്കും മലബാറിലേക്കൊക്കെ കുടിയേറിയിട്ടുള്ളവർ 75-100 വർഷങ്ങൾക്കൊക്കെ മുമ്പ് കുടിയേറ്റ കർഷകർ യാതൊരു നിവൃത്തിയുമില്ലാതെ അവർ കുടിയേറി കൃഷി ചെയ്യാൻ തുടങ്ങി. സാമ്പത്തികമായ തകർച്ച, സമ്പത്തില്ല, പട്ടിണി, പഞ്ഞം. അപ്പോളായിരിക്കാം ഒരുപക്ഷെ വീട്ടിൽ വല്ല ചെമ്പ് പാത്രമോ ഓട്ടുപാത്രമോ പിച്ചളപാത്രങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പണയം മേടിച്ച് പണം കൊടുക്കുന്നവരുണ്ടായിരുന്നു. ഇത്ര ദിവസം കഴിഞ്ഞാൽ കാശും ഇത്ര ശതമാനം പലിശയും തന്നില്ലെങ്കിൽ, ഇത്ര രൂപ തന്നില്ല എങ്കിൽ സാധനം തരില്ല. 80-85 കാലഘട്ടങ്ങളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള സമയങ്ങളിലൊക്കെ എനിക്ക് നല്ല ഓർമ്മയുള്ള സമയങ്ങളൊക്കെയാണ്. ഉൾപ്രദേശങ്ങളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. 80-85 കാലഘട്ടങ്ങളിൽ ഒരു സൈക്കോ 5-ൻ്റെ വാച്ച് നിവൃത്തിയില്ലാതെ കൊണ്ടൊരു കടയിൽ കൊണ്ടുപോയി അരി മേടിക്കാനോ എന്തെങ്കിലും സാധനം അത്യാവശ്യം വന്നു, കൊച്ചിനെ മരുന്ന് മേടിക്കേണ്ടതായിട്ട് വന്നു, ആസ്പത്രിയിൽ പോകേണ്ട ഒരു സാഹചര്യം വന്നു. വാച്ചാ കയ്യെ കിടക്കുന്ന സൈക്കോ 5-ൻ്റെ വാച്ചാ, നല്ല വില കൊടുത്തൊക്കെ വാങ്ങിയതാണ്. പക്ഷേ ഈ വാച്ചൊക്കെ പണയം പിടിക്കുന്ന ആൾക്കാർ ഉൾപ്രദേശങ്ങളിലുണ്ടായിരുന്നു. അവർ പറയും, ഒരു കാര്യം ചെയ്തു, ഒരു 30 രൂപ തരാം ഇതിന്, 15 ദിവസം കഴിയുമ്പോൾ 50 രൂപ തരണം, അതല്ല എങ്കിൽ സാധനം കിട്ടത്തില്ല. നിവൃത്തിയില്ലാതെ കൊണ്ട് വെച്ച് പണം വാങ്ങിയിട്ടുള്ള അനേകം വ്യക്തികൾ ഹൈറേഞ്ച് മേഖലകളിലുണ്ട്. ഇതെല്ലാം വലിയ കൊടും ബ്ലേഡുകളാണ്. അങ്ങനെ ആ കാലഘട്ടത്തിൽ ഹൈറേഞ്ചിൽ കുടിയേറിയ ചില വ്യക്തികളൊക്കെ ഇങ്ങനെ പാത്രങ്ങൾ പണയം മേടിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം പിള്ളേരുടെ അരയെ കിടന്ന അരഞ്ഞാണവും പണയം വെച്ച് മേടിച്ച്, പിന്നെ ഭാര്യമാരുടെയൊക്കെ കാതിലും ഒക്കെ കിടന്ന കമ്മലും കഴുത്തേ കിടക്കുന്ന ചെറിയ മാലകളൊക്കെ മേടിച്ച് കൂട്ടി ഇന്നവർ കോടീശ്വരന്മാരായിട്ട് സുഖജീവിതം നയിക്കുന്ന ബ്ലേഡുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. കൊല്ലും കൊലപാതകവും അവർ നടത്തും, കാരണം അവർക്കൊരു കുഴപ്പവുമില്ല. പലിശയ്ക്ക് പണം വാങ്ങുന്ന, പലിശയ്ക്ക് പണം കൊടുക്കുന്ന, ചെക്കൊക്കെ ഒപ്പിട്ട്, അതല്ലെങ്കിൽ സ്ഥലത്തിൻ്റെ ആധാരമൊക്കെ കൊടുത്ത് പണം കൊടുക്കും. അവസാനം ആത്മഹത്യയിലേക്കൊക്കെ പോയ സാഹചര്യങ്ങൾ പ്രിയ സഹോദരങ്ങളെ നമ്മുടെ സമൂഹത്തിലുണ്ട്. അനേകം വ്യക്തികൾ അങ്ങനെ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അനേകം കുടുംബത്തിൽ അവരധ്വാനിച്ചത് ഈ ബ്ലേഡുകാർ വാങ്ങിച്ച് ഇന്ന് കോടീശ്വരന്മാരായിട്ട് സമൂഹത്തിൽ വലിയ മാന്യന്മാരായിട്ടും വലിയ വിലയും നിലയുമുള്ളവരായിട്ട് ജീവിക്കുന്നവരെന്നും നമ്മുടെ സമൂഹത്തിലുണ്ട്. അത്തരത്തിലുള്ളവരുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ പലിശ കൊള്ളലാഭം വഴി നേടിയ സമ്പത്ത് അവസാനം എവിടെ പോകും? ഏതെങ്കിലും ദരിദ്രൻ്റെ അടുത്ത് ചെല്ലും. കാരണം അവസാനമായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവൻ്റെയൊക്കെ വീട്ടിൽ നിന്ന്
ഇത് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ഇത് അനുഭവിക്കാൻ ആളില്ലാത്തൊരു സാഹചര്യം വരും. ഇപ്പോൾ കേരളത്തിലുള്ള പല ബാങ്കുകളിലും കോടിക്കണക്കിന് രൂപ ആളില്ലാതെ കൊണ്ട് അക്കൗണ്ടിൽ കിടക്കുന്ന ബാങ്കുകൾ ഇന്ന് കേരളത്തിലുള്ള അനേകം ബാങ്കുകളിൽ കിടപ്പുണ്ട്. അവകാശികളില്ലാതെ ഉണ്ട്. സമൂഹത്തിൽ ദാരിദ്ര്യവും പട്ടിണിയും അനുഭവിച്ച് ജീവിക്കുന്ന കാലഘട്ടത്തിൽ അവർക്ക് പോലും കൊടുക്കാതെ കൊണ്ട് ബാങ്കുകളിൽ ഇട്ട് അവകാശികൾ പോലുമില്ലാതെ കിടക്കുന്ന ബാങ്കുകൾ കേരളത്തിൽ ഇഷ്ടം പോലെയുണ്ട്. സർക്കാർ മേഖലയിൽ കണക്കെടുത്തു കഴിഞ്ഞാൽ കോടിക്കണക്കിന് രൂപയാണ് കിടക്കുന്നത്. നമുക്ക് ദൈവത്തിന് മുമ്പിൽ ആത്മപരിശോധന ചെയ്യാം. ബ്ലേഡ് പരിപാടി നടത്തി മറ്റുള്ളവരുടെ കൈക്കൂലി ഒക്കെ വാങ്ങി അന്യായ പലിശയ്ക്ക് പണമൊക്കെ കൊടുത്ത് മറ്റുള്ളവരുടെ അവകാശങ്ങൾ സ്വന്തമാക്കിയ വ്യക്തിയാണ് ഞാൻ. കർത്താവായ ദൈവമേ, അന്യായമായ പലിശ ഈടാക്കി പലർക്കും നഷ്ടം വരുത്തി സാമ്പത്തിക തകർച്ചയിലേക്കും കുടുംബ തകർച്ചയിലേക്കും ആത്മഹത്യയിലേക്ക് പോലും പോയ സാഹചര്യങ്ങൾ ഞങ്ങളുടെ സമൂഹത്തിലുണ്ട്. ബ്ലേഡ് പ്രസ്ഥാനം നടത്തുന്ന വ്യക്തികളുണ്ട്. വിശുദ്ധരുടെ പേരിൽ ബ്ലേഡ് പ്രസ്ഥാനം നടത്തുന്നവരുണ്ട്. കർത്താവെ, അവരുടെ മേൽ അവിടുത്തെ കരുണ വർഷിക്കണമേ. കർത്താവായ ഈശോയെ, അവിടുത്തെ സ്വർഗീയ ഭണ്ഡാരം തുറന്ന് അങ്ങയുടെ മക്കൾക്ക് ആവശ്യമായ സമ്പത്തിൻ്റെ മേഖല അവിടുന്ന് തന്നെ ഒരുക്കിക്കൊടുത്ത് അനുഗ്രഹിക്കണമേ. കൊള്ളപ്പലിശ വാങ്ങുന്ന ഓരോ മക്കളുടെ മേലും അവിടുത്തെ കരുണ വർഷിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.